This is part 2 of me unboxing and sharing my first impression on 20 plus affordable Indian perfume. Part 1 ൽ എനിക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് പെർഫ്യൂംസ് ആണ് ഇഷ്ടം, എങ്ങനത്തെ ടൈപ്പ് ഓഫ് പെർഫ്യൂംസ് ആണ് എനിക്ക് തീരെ പറ്റാത്തതെന്നൊക്കെ അതിൻ്റെ തുടക്കത്തിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇഫ് യു ഹാവ് നോട്ട് വാച്ച്ഡ് പാർട്ട് 1, പ്ലീസ് ഡു വാച്ച് പാർട്ട് 1 ആൻഡ് ദെൻ കം ബാക്ക്. എങ്കിൽ മാത്രമേ പെർഫ്യൂംസിൽ ഞാൻ ഫസ്റ്റ് ഇംപ്രഷൻസ് ഷെയർ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പാർട്ട് 1 ഞാൻ 12 പ്ലസ് പെർഫ്യൂംസ് അൺബോക്സ് ചെയ്ത് ഫസ്റ്റ് ഇംപ്രഷൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. there were so many good perfumes, so please do check part 1 out and then come back. ഇനി നമുക്ക് വെരി ഫേമസ് പെർഫ്യൂം ബ്രാൻഡിൽ നിന്ന് തുടങ്ങാം. ദാറ്റ് ഇസ് ഫ്രേഗനോട്ട്. ദിസ് ഇസ് ദെയർ ഡിസ്കവറി സെറ്റ്. ഇതിൽ 4 പെർഫ്യൂംസ് ആണ് വരുന്നത്. ആക്ച്വലി ദിസ് ഇസ് കസ്റ്റമൈസബിൾ, സോ നമുക്ക് ഇഷ്ടമുള്ള പെർഫ്യൂംസ് സെലക്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് 4 പെർഫ്യൂംസും കിട്ടുന്നത്. ഈച്ച് വൺ ഇസ് 10 ml, സോ നമുക്ക് അപ്രോക്സ് 40 ml ആണ് കിട്ടുന്നത്. ഇതിന്റെ പാക്കേജിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ബേസിക് പാക്കേജിങ്, പക്ഷെ ചിലതിൽ ലീക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൽ കുറച്ചധികം പ്രൊഡക്റ്റ് തീർന്നിട്ടുണ്ട്. ഇറ്റ് കൈൻഡ് ഓഫ് ലീക്ഡ്. ഓക്കെ, സോ ദാറ്റ് വാസ് എ ലിറ്റിൽ problem. First, let's start with a very famous perfume. It is Baked Vanilla. This is one of their best sellers. This has vanilla bean, caramel, maple syrup and hazelnut in it. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ലപോലെ തന്നെ ഇത് സ്പ്രിറ്റ്സ് ആവുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ആ ഒരു നല്ല ഷുഗറി നോട്ട്സ് കിട്ടുന്നുണ്ട്. നല്ല സ്വീറ്റ് പെർഫ്യൂമാണിത്. പോകെ ഇനീഷ്യലി നമുക്ക് കിട്ടുന്ന ഒരു സ്വീറ്റ്, ഒരു ബേക്കറി ഡെസേർട്ട് കൈൻഡ് ഓഫ് ഒരു സെൻറ്റാണ്. സെറ്റിൽ ആവും തോറും നല്ലൊരു വനില കാരമൽ കൈൻഡ് ഓഫ് ഒരു സെൻറ്റാണ് കിട്ടുന്നത് കേട്ടോ. ഇത് ആസ് ദി നെയിം സജസ്റ്റ് നല്ലൊരു ബേക്ഡ് വനില പേസ്ട്രി കൈൻഡ് ഓഫ് ഒരു സെൻറ്റാണ്. ബേക്കറി കയറുമ്പോൾ നമുക്കൊരു ക്രീം ബണ്ണിൻ്റെ വനില കേക്കിൻ്റെ ഒക്കെ ഒരു സെൻറ്റ് കിട്ടില്ലേ, അതുപോലത്തെ ഒരു നല്ലൊരു ബേക്കറി കൈൻഡ് ഓഫ് സെൻറ്റാണ്. ഡ്രൈ ഡൗൺ ആവും തോറും ഒരു നട്ടി ഹേസൽനട്ടി കൈൻഡ് ഓഫ് ഒരു വൈബും വരുന്നുണ്ട്. സോ ഇത് നല്ലൊരു ബേസിക് സ്വീറ്റ് ട്രീറ്റ് ബേക്കറി കൈൻഡ് ഓഫ് ഒരു ഗോമോണ്ടി സെന്റ് ആണ് കേട്ടോ. സ്ട്രേറ്റ് അപ്പ് സ്വീറ്റ് വനില. കുറെ പേർക്ക് ഇത് ഇഷ്ടമാവും കേട്ടോ. ഇഫ് യു ലൈക്ക് സ്വീറ്റ് ഗോമോണ്ടി സെൻസ് ഓർ നല്ല സ്വീറ്റ് ആയിട്ടുള്ള വെനില ഒക്കെ ഇഷ്ടമാണെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ദിസ് സെന്റ്. നെക്സ്റ്റ് വൺ എഗെയിൻ ഒരു ഗോമോണ്ടി സെന്റ് ആണ്. ഇറ്റ് ഇസ് ഡ്രങ്കൺ കേക്ക്. ഇറ്റ് ഹാസ് തിരാമിസു, കോഫി, ചോക്ലേറ്റ്, റം, വനില കൈൻഡ് ഓഫ് നോട്ട്സ് ഇൻ ഇറ്റ്. ഇനീഷ്യലി തന്നെ നല്ലൊരു തിരാമിസു കൈൻഡ് ഓഫ് ഒരു സെൻറ്റ് വരുന്നുണ്ട്. പ്രോപ്പർ ഒരു ചോക്ലേറ്റി കോഫി കൈൻഡ് ഓഫ് ഡെസേർട്ടിൻ്റെ ഒരു സെൻറ്റ് തന്നെ കിട്ടുന്നത്. ഡ്രൈ ഡൗൺ ആവും തോറും കുറച്ചുകൂടെ വനില ആൻഡ് റം ഒക്കെ കയറി വരുന്നുണ്ട്. ഓ, ഇറ്റ്സ് പ്രിറ്റി നൈസ്. ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ചോക്ലേറ്റ്, കോഫി, വനില കൈൻഡ് ഓഫ് ഒരു സെൻറ്റ് അല്ല. പെർഫ്യൂംസിൽ ഇത് നല്ലൊരു യുണീക്ക് സെൻറ്റായിട്ട് തോന്നി. ആൻഡ് ഇത് കുറച്ച് സമയം എടുക്കുന്നുണ്ട് സെറ്റിൽ ഡൗൺ ആവാൻ വേണ്ടിയിട്ട്. പ്രോപ്പർ ഒരു കോഫി, വനില, ചോക്ലേറ്റ് ഡെസേർട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ദെൻ ദിസ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. എനിക്ക് പൊതുവേ ഫ്ലോറൽ പെർഫ്യൂംസ് ഇഷ്ടമല്ലെങ്കിലും എനിക്ക് റീസെൻ്റ് ആയിട്ട് ഇഷ്ടമാവാൻ തുടങ്ങിയൊരു സംഭവമാണ് വൈറ്റ് ഫ്ലോറൽസ്. എനിക്ക് വൈറ്റ് ഫ്ലോറൽ എലമെൻറ്റ്സ് ഉള്ള പെർഫ്യൂംസ് ഒക്കെ ഈയിടെയായിട്ട് കുറച്ച് ഇഷ്ടമാവുന്നുണ്ട്. അതുകൊണ്ട് ഐ തോട്ട് ഓഫ് ട്രൈയിങ് ദിസ് വൺ. ദിസ് ഇസ് വൈറ്റ് ഫ്ലോറൽ ഫ്രം ഫ്രേഗനോട്ട്. ഇതിൽ കുറേ വൈറ്റ് ഫ്ലോറൽസ് ഉണ്ട് വിത്ത് ബേസ് നോട്ട് ഓഫ് മസ്ക് ആൻഡ് സാൻഡൽവുഡ്. അതടിക്കാൻ ഭയങ്കര ഒരു സ്ട്രോങ് പഞ്ച് വരുന്നുണ്ട് കേട്ടോ. ഒരു ആൽക്കഹോൾ മിക്സ്ഡ് വിത്ത് ഫ്ലോറൽസ്. ഇതൊരു പ്രോപ്പർ ഒരു വൈറ്റ് ഫ്ലോറൽസ്, ദാറ്റ് ഇസ് കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വൈറ്റ് ഫ്ലോറൽ ഫ്ലവേഴ്സ് നമ്മൾ എടുത്ത് പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെ തന്നെയാണ്. ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒരു ഫാൻസി എലമെൻസും ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് പ്രോപ്പർ സ്ട്രേറ്റ് അപ്പ് വൈറ്റ് ഫ്ലോറൽസ്. കുറച്ച് ഡ്രൈ ഡൗൺ ആവും തോറും ഒരു മസ്കി ഓർ സാൻഡൽവുഡ് വരുന്നുണ്ടെങ്കിലും ഇറ്റ്സ് വെരി മൈൽഡ് ഐ ഫീൽ. എനിക്കിത് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫോർ മീ പേഴ്സണലി ഐ വുഡ് സേ ഇത് മാത്രമായിട്ട് അപ്ലൈ ചെയ്താൽ ഐ ഡു നോട്ട് തിങ്ക് ആ ഒരു എന്താ പറയുക ഒരു പെർഫ്യൂം ഇട്ട പോലത്തെ ഒരു എലമെന്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഐ വുഡ് ടോപ്പ് ദിസ് അപ്പ് വിത്ത് മൈ മസ്ക് സെന്റ്. ഈ ഒരു പെർഫ്യൂമിന് കുറച്ചുകൂടെ ബെറ്റർ ഡെപ്ത് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. സെന്റിന് കുഴപ്പമൊന്നുമില്ല. ഇതൊരു ബേസിക് വൈറ്റ് ഫ്ലോറൽ പെർഫ്യൂമാണ്. നെക്സ്റ്റ് ഞാൻ നോട്ട്സിൽ അധികം ശ്രദ്ധ കൊടുക്കാതെ പേര് കണ്ട് മേടിച്ചൊരു പെർഫ്യൂമാണ്. എന്തിനു ഞാനിത് ചെയ്തു എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. എങ്ങനെ ഉണ്ടാവുന്ന ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണിത്. ദിസ് ഇസ് ലണ്ടൻ ബാർ. റം, ടൊബാക്കോ, വാനില, ആംബർ എന്നൊക്കെയായിരുന്നു ഇതിൻ്റെ നോട്ട്സിൽ ഉണ്ടായിരുന്നത്. സോ ഐ കൈൻഡ് ഓഫ് വെൻറ്റ് ഫോർ ഇറ്റ് ആൻഡ് ഐ റിഗ്രറ്റ് ഇറ്റ് നൗ. ഇതൊരു സ്ട്രേറ്റ് അപ്പ് ഒരു മെൻസ് പെർഫ്യൂമാണ്. ഇറ്റ് ഈസ് എ വെരി സ്പൈസി പെർഫ്യൂം. വെനില ഇസ് വെരി ബേസിക് ഇൻ ദിസ്. ഐ ഫീൽ റം, സിനമൺ, ടൊബാക്കോ അതൊക്കെയാണ് ഇതിൽ കൂടുതലും എടുത്തേക്കുന്നത് കേട്ടോ. ലണ്ടൻ ബാർ വുഡ് ബി എ ഗുഡ് ഓപ്ഷൻ ഫോർ മെൻ. ഓക്കെ, ഇത് ആക്ച്വലി ഒരു മെൻസ് പെർഫ്യൂം തന്നെയാണ്. സോ ആസ് ഐ മെൻഷൻ എനിക്ക് പൊതുവേ മെൻസ് പെർഫ്യൂംസ് കൈൻഡ് ഓഫ് ഇഷ്ടാവാറുണ്ട്. ബട്ട് ഇത് എനിക്ക് ഇഷ്ടാവുന്ന കൈൻഡ് ഓഫ് മെൻസ് പെർഫ്യൂം അല്ല കേട്ടോ.
ഭയങ്കര ഒരു സ്പൈസി എലമെൻറ്റ് എടുത്ത് നിൽക്കുന്നൊരു പെർഫ്യൂമാണ്. സ്ട്രേറ്റ് അപ്പ് മെച്യൂർ ബൂസി സ്പൈസി കൈൻഡ് ഓഫ് സെൻറ്റ്. ഫ്രേഗാനോട്ടിൻ്റെ തന്നെ വനില വുഡ് എന്ന് പറഞ്ഞൊരു സെൻറ്റ് ഉണ്ട്. ഐ തിങ്ക് ഐ ഷുഡ് ഹാവ് പിക്ഡ് അപ്പ് ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ലണ്ടൻ ബാർ. മേ ബി എനിക്ക് ഇഷ്ടപ്പെട്ടേനെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നെക്സ്റ്റ് ടൈം നമുക്കത് ട്രൈ ചെയ്യാം. ഇങ്ങനത്തെ ഒരു ഡിസ്കവറി സെറ്റ് ഫ്രം എ ബ്രാൻഡ് ഇസ് ആക്ച്വലി എ ഗുഡ് ഐഡിയ ബിക്കോസ് 4 പെർഫ്യൂംസ് നമുക്ക് കിട്ടുകയും ചെയ്യും. ആൻഡ് അത്യാവശ്യം നമുക്ക് നല്ലപോലെ ജനറസ് ആയിട്ട് ട്രൈ ചെയ്ത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റുന്നത്രയും ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുന്നുമുണ്ട് ഈച്ച് പെർഫ്യൂമിൽ. ആൻഡ് ദിസ് കോസ്റ്റ്സ് അറൗണ്ട് എനിക്കൊന്ന് സെയിൽ ടൈമിൽ യു വിൽ ഗെറ്റ് ഇറ്റ് അറൗണ്ട് 1000-1300 ആ ഒരു റേഞ്ചിൽ നമുക്കിത് കിട്ടും കേട്ടോ. ആൻഡ് നമുക്ക് ഇഷ്ടമുള്ള 4 പെർഫ്യൂംസ് ഇതിൽ നമുക്ക് ട്രൈ ചെയ്യാനും പറ്റും. സോ ഇറ്റ്സ് എ ഗുഡ് തിങ് ആൻഡ് ഐ ഫീൽ ദാറ്റ് എല്ലാ പെർഫ്യൂം ബ്രാൻഡ്സും ഷുഡ് ഡു സംതിങ് ലൈക്ക് ദിസ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ദി കസ്റ്റമേഴ്സ് ടു മേക്ക് ദി റൈറ്റ് ചോയ്സ്. സോ ഈ ഒരു ഡിസ്കവറി സെറ്റ് നല്ലൊരു ഐഡിയ കേട്ടോ. ഐ റിയലി ലൈക്ക് ദിസ് കോൺസെപ്റ്റ്. അടുത്തത് വെരി വെരി ഫേമസ് ബ്രാൻഡ് എന്നുള്ള കുറച്ച് പെർഫ്യൂംസ് ആണ്. ഐ ഹാവ് 5 ഡിഫറെൻറ്റ് പെർഫ്യൂംസ് ഫ്രം ബെല്ല വിറ്റ. കുറേ ഡിഫറെൻറ്റ് പെർഫ്യൂംസും കുറേ ഓപ്ഷൻസും ഉള്ളൊരു ബ്രാൻഡാണ്. And first one that we have from them is Vanilla Lux. Actually not Vanilla Lux, Vanille Lux. This is the perfume. Nalla bangindale. This is the full sized perfume. It is 100 ml ulla full size perfume aanu. Straight up vanilla perfume alla. This has lily, lavender, coconut, vanilla, amber, muscadine. ആദ്യം ഒരു ആൽക്കഹോൾ പഞ്ച് ഉണ്ട്. സെറ്റിൽ ആവുന്തോറും നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫ്ലോറലി വനില കൈൻഡ് ഓഫ് ഹിൻറ്റാണ് വരുന്നത്. ദിസ് ഇസ് എ റിയലി നൈസ്, കുറച്ചുകൂടി ഒരു മെച്യൂർ കൈൻഡ് ഓഫ് വനില സെൻറ്റാണ്. ഇതിലുള്ള ആംബർ നോട്ട്സ് ഉണ്ടല്ലോ, ഇതിന് കുറച്ചൊരു അറബിക് ടച്ച് കൊടുക്കുന്നുണ്ട്. ഒരു അറബിക് ടച്ച് ഉള്ള ഒരു വനില സെൻറ്റ് പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. ഇറ്റ്സ് നൈസ്, ഇറ്റ്സ് ആക്ച്വലി പ്രിറ്റി നൈസ്. നമുക്ക് ഓഫീസ് വെയറിങ് ഡെയിലി പെർഫ്യൂമായിട്ടും യൂസ് ചെയ്യാം, ഈവൻ ഡേറ്റ് നൈറ്റ് പെർഫ്യൂമായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമായിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഗൊമോൺ കൈൻഡ് ഓഫ് വനില വേണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സോഫിസ്റ്റിക്കേഷൻ ഉള്ള കുറച്ചുകൂടി ഒരു മെച്യൂർ വനില വേണമെന്നാണെങ്കിൽ ദെൻ യു ക്യാൻ ഗോ ഫോർ ദിസ്. നല്ലൊരു മെച്യൂർ ആയിട്ടുള്ളൊരു ക്രീമി ഫ്ലോറൽ വനില സെൻറ്റാണിത്. ഐ റിയലി ലൈക്ക് ഇറ്റ്. അടുത്തത് ഞാൻ അത്യാവശ്യം നല്ല എക്സൈറ്റഡ് ആയിരുന്നൊരു പെർഫ്യൂമാണ് കേട്ടോ. ദിസ് ഇസ് പ്യോർ മസ്ക് ഫ്രം ബെല്ല വിറ്റ. ഇഫ് യു നോ യു വുഡ് നോ ദാറ്റ് എനിക്ക് മസ്ക് പെർഫ്യൂംസ് ഭയങ്കര ഇഷ്ടമാണ്. ദാറ്റ് കൈൻഡ് ഓഫ് മെയ്ഡ് മീ എക്സൈറ്റഡ് ഫോർ ദിസ് പെർഫ്യൂം. ഇതും നല്ലൊരു പാക്കേജിങ്ങിലാണ് വരുന്നത്. ഇത് ഫുൾ സൈസ് പ്രൊഡക്റ്റ് തന്നെയാണ്. 100 ml ഓഫ് പ്രൊഡക്റ്റാണ് നമുക്കിതിൽ കിട്ടുന്നത്. ഇതിൽ വൈറ്റ് ഫ്ലോറൽ മസ്ക് ആൻഡ് സാൻഡൽവുഡ് ആണ് വരുന്നത്. ഇനീഷ്യൽ ആൽക്കഹോൾ പഞ്ച് ഇതിനുണ്ട്, ബട്ട് ലേറ്റർ ഓൺ നല്ലൊരു മസ്കി സെൻറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇറ്റ്സ് നൈസ്, ഐ ലൈക്ക് ഇറ്റ്. ഇത് 100% നോട്ട്സിനെ ജസ്റ്റിഫൈ ചെയ്യുന്നൊരു പെർഫ്യൂം ആട്ടോ. ദിസ് ഹാസ് മസ്ക് ഇൻ ഇറ്റ്, ഇറ്റ് ഹാസ് വൈറ്റ് ഫ്ലോറൽ ഇൻ ഇറ്റ് ആൻഡ് ഒരു ഹിൻറ്റ് ഓഫ് സാൻഡൽവുഡും വരുന്നുണ്ട്. ദിസ് ഇസ് എൻ എവറിഡേ കൈൻഡ് ഓഫ് പെർഫ്യൂം. നിങ്ങൾക്ക് ഒരു സോഫ്റ്റ് മസ്കി കൈൻഡ് ഓഫ് സെൻറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ദെൻ ദിസ് വുഡ് ബി എ റൈറ്റ് ചോയ്സ്. ഐ ഫീൽ ഇറ്റ്സ് എ റിയലി നൈസ് പെർഫ്യൂം. നല്ലൊരു ക്ലീൻ ഗേൾ എസ്തറ്റിക്സ് ഒക്കെ തരുന്നൊരു പെർഫ്യൂം ആട്ടോ. ഇറ്റ്സ് നൈസ്, ഇറ്റ്സ് റിയലി നൈസ്, ഐ റിയലി ലൈക്ക് ഇറ്റ്. അടുത്ത എനിക്ക് വലിയ പ്രതീക്ഷയില്ലാത്ത പെർഫ്യൂമാണ്. ഇറ്റ് ഈസ് വൈറ്റ് വൂഡ് ഫ്രം ബെല്ല വിറ്റ. എനിക്ക് വലിയ പ്രതീക്ഷയില്ലാതെ ഞാൻ പറയാൻ കാരണം ഇറ്റ് ഈസ് വൂഡ് ആൻഡ് വൂഡ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. പിന്നെ എന്തിനിത് മേടിച്ചു എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ബെല്ല വിറ്റയുടെ പെർഫ്യൂംസ് ഒക്കെ ഞാൻ അവരുടെ തന്നെ വെബ്സൈറ്റിൽ നിന്നാണ് മേടിച്ചത്. ബൈ 3,000-4,000 അങ്ങനത്തെ എന്തോ ഓഫർ ഉണ്ടായിരുന്നു. അതിൽ കൊടുത്തേക്കുന്ന സർട്ടൻ പെർഫ്യൂംസ് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഐ റിയലി വാണ്ടഡ് ടു ട്രൈ പ്യോർ മസ്ക് ആൻഡ് വനില്ല ലക്സ്. അത് രണ്ടും അതിലുണ്ടായിരുന്നു. ആൻഡ് ദി തേർഡ് പെർഫ്യൂം ഏതെടുക്കൂ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദെയർ ബെസ്റ്റ് സെല്ലർ. സോ ഐ തോട്ട് മേ ബി ഐ ഷുഡ് ട്രൈ ദിസ് ആൻഡ് ഇനി എങ്ങാനും ഇഷ്ടപ്പെട്ടാലോ എന്നുള്ളൊരു ഇതിൽ നിന്ന് ഞാൻ മേടിച്ചാണ്. ബെസ്റ്റ് സെല്ലർ ആയതുകൊണ്ട് തന്നെ ഐ തിങ്ക് ദർ വിൽ ബി പീപ്പിൾ ഹൂ റിയലി വോണ്ട് ടു നോ ഹൗ ദിസ് സ്മെൽസ്. അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. ഇനി നമുക്ക് മേടിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ആദ്യം ഒരു ഭയങ്കര ഒരു സ്വീറ്റ് നോട്ട്സ് ആണ് വരുന്നത്. ദിസ് ഹാസ് സിട്രസി സ്പൈസി ഫ്ലോറൽ വുഡി കൈൻഡ് ഓഫ് വൈബ് ടു ഇറ്റ്. ഇതിൽ സിട്രസും വൈറ്റ് ഫ്ലോറൽസും ഒക്കെ മിക്സ് ആയതുകൊണ്ടാവാം ഇറ്റ് ഈസ് നോട്ട് സ്ട്രേറ്റ് അപ്പ് ഊദ്. മേ ബി വൈറ്റ് ഊദ് എന്ന് പേര് കൊടുത്തത് അതുകൊണ്ടായിരിക്കും കേട്ടോ. ആ ഒരു വൈറ്റ് ഫ്ലോറൽസിൻ്റെ നോട്ടും സിട്രസി നോട്ട്സ് ഒക്കെ വരുന്നുണ്ട്. ഊദ് ഇസ് വെരി മൈൽഡ് ഇൻ ഇറ്റ്, ബട്ട് സ്റ്റിൽ ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് മൈ പെർഫ്യൂം. എനിക്ക് ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് ഒരു സെൻറ്റ് അല്ല കേട്ടോ ഇതിനുള്ളത്. ബട്ട് ഇറ്റ്സ് എ സോഫ്റ്റർ മൈൽഡർ വേർഷൻ. അതുകൊണ്ട് ഐ ഡു നോട്ട് ഹേറ്റ് ദിസ്. So if you like oud and you need an everyday wearable kind of milder oud perfume, then this would be a good option because ഇതിൽ സിട്രസും വൈറ്റ് ഫ്ലോറൽസും സ്പൈസി നോട്ട്സ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഊദിൻ്റെ ഡെൻസിറ്റി കുറച്ച് കുറവാണ് കേട്ടോ. സോ ഇറ്റ് ക്യാൻ ബി ആൻ എവറിഡേ വെയറബിൾ കൈൻഡ് ഓഫ് സെൻറ്റ്. okay-ish for me.
There was 2 other perfumes that I really wanted to try from Bella Vita, and that is this one. It actually ഒരു കോംബോ പാക്ക് ആട്ടോ, 2 ഡിഫറെൻറ്റ് പെർഫ്യൂംസ് വരുന്നൊരു കോംബോ പാക്കാണ്. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും ഐ ലൈക്ക് അക്വാട്ടിക് സെൻസ്. സോ അതുകൊണ്ട് എനിക്ക് ഈ ഒരു അക്വാട്ടിക് ഫ്രഷ് കൈൻഡ് ഓഫ് സെൻസ് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആൻഡ് ദിസ് ഇസ് യൂണിസെക്സ് സെൻറ്റ്. സോ ഫുൾ ബോട്ടിൽ മേടിക്കുന്നതിനേക്കാളും ഐ തോട്ട് ദിസ് ഇസ് എ ബെറ്റർ ഓപ്ഷൻ. 20 ml ഓഫ് പ്രൊഡക്റ്റ് ആണ് ഇതിൽ വരുന്നത്. ദാറ്റ് ഇസ് ഈച്ച് വൺ 20 ml. നല്ല ക്യൂട്ട് ബോട്ടിലാണ് കേട്ടോ. ഇറ്റ് ലുക്സ് റിയലി നൈസ് ആൻഡ് പ്രിറ്റി. ആക്ച്വലി ഇവരുടെ എല്ലാ ബോട്ടിൽസും കാണാൻ ഭയങ്കര ക്ലാസിക്, എലഗൻറ്റ്, സിമ്പിൾ കൈൻഡ് ഓഫ് ഒരു പാക്കേജിംഗ് ആണ് കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. പേര് പറയാൻ മറന്നു. ദിസ് ഇസ് സ്കൈ അക്വാട്ടിക് ഫ്രം ബെല്ല വിറ്റ. ദിസ് ഹാസ് സിട്രസി അക്വാട്ടിക് വുഡി നോട്ട്സ് ടു ഇറ്റ്. സ്ട്രേറ്റ് അപ്പ് നല്ലൊരു അക്വാട്ടിക് സെൻറ്റ് ആണ് ഇത്. നല്ലൊരു ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു, എപ്പോഴൊക്കെയോ എൻ്റെ അച്ഛനും മേ ബി എൻ്റെ അങ്കിൾസോ കസിൻസ് ആരെങ്കിലുമൊക്കെ എവിടെയൊക്കെയോ വേറെ ഏത് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു സെൻറ്റ് പോലെ തോന്നുന്നു കേട്ടോ. ഫോർ മീ ദിസ് ഫീൽസ് ലൈക്ക് എ വെരി നൊസ്റ്റാൾജിക് അക്വാട്ടിക് സെൻറ്റ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. ഒരു സമ്മർ ടൈമിലൊക്കെ നല്ലൊരു അക്വാട്ടിക് സെൻറ്റ് വേണമെന്നൊക്കെ തോന്നുന്ന സമയത്ത് ഐ വുഡ് റീച്ച് ഔട്ട് ഫോർ ദിസ്. നല്ലൊരു ഫ്രഷ് അക്വാട്ടിക് വുഡി കൈൻഡ് ഓഫ് സെൻറ്റാണ്. സമ്മർ ടൈമിന് പെർഫെക്റ്റ് ഓപ്ഷനാണ്. ഫോർ മെൻസ് യു വിൽ റിയലി ലവ് ഇറ്റ്. ഐ ഡോണ്ട് നോ വുമൻ എത്ര പേർക്ക് അക്വാട്ടിക് സെൻറ്റ് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. ബട്ട് ഇഫ് യു ലൈക്ക് അക്വാട്ടിക് സെൻസ് ലൈക്ക് മീ ദെൻ യു വിൽ ഓൾസോ റിയലി എൻജോയ് ഇറ്റ്. അടുത്തത് ഈ സെറ്റിൽ നിന്ന് തന്നെയുള്ള ഫ്രഷ് എന്ന് പറയുന്ന സെൻറ്റാണ്. ദിസ് ഹാസ് സിട്രസി, ഫ്ലോറൽ ആൻഡ് മറൈൻ നോട്ട്സ് ടു ഇറ്റ്. ഇതും എനിക്ക് എവിടെയൊക്കെയോ ഒരു പരിചിതമായ സെൻറ്റ് പോലെ, എവിടെയൊക്കെയോ ട്രൈ ചെയ്തിട്ടുള്ളൊരു പെർഫ്യൂം പോലത്തെ ഒരു സെൻറ്റ് ആട്ടോ. ലൈക്ക് വെരി ഫെമിലിയർ ആയിട്ട് തോന്നും. ബട്ട് ഇറ്റ്സ് എ റിയലി നൈസ് സെൻറ്റ്. ഭയങ്കര ഒരു യൂണിവേഴ്സലി ഇഷ്ടപ്പെടുന്ന ഒരു സെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതുപോലത്തെ ഒരു സെൻറ്റ് ആയിട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദം വിൽ റിയലി ലൈക്ക് ഇറ്റ്. അങ്ങനത്തെ ഒരു സെൻറ്റ് ആട്ടോ ഇത്. ഒരു സേഫ് ഓപ്ഷൻ വേണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സെൻറ്റാണ്. എഗെയിൻ സമ്മർ ടൈമിലൊക്കെ ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഫ്രഷ് സെൻറ്റ് ആട്ടോ. സോ ഐ റിയലി ലൈക്ക് ഇറ്റ്. ഇറ്റ്സ് എ നൈസ് വൺ. അടുത്ത ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്ന ബ്ലർ എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്നുള്ള കുറച്ച് പെർഫ്യൂംസ് ആണ്. All 3 perfumes are from their breakfast in bed collection. First one is Vanilla Melts. ഇത് പക്ഷേ പിങ്ക് പാക്കേജിങ്ങിലാണ് വരുന്നത് ആൻഡ് ഐ ക്യാൻ സീ എ സ്ട്രോബെറി ഇൻ ഇറ്റ്. ഓക്കെ, സോ ഐ ഡോണ്ട് നോ ഇത് സ്ട്രോബെറി ഉള്ള വെനില ആണോ എന്നറിയില്ല. ദെൻ ഐ മൈറ്റ് നോട്ട് ലൈക്ക് ഇറ്റ്. ഇതാണ് വനില മെൽസിൻ്റെ പാക്കേജിങ്. ദിസ് ഇസ് 30 ml. ആൻഡ് വാട്ട് ഐ സോ ഇസ് ദാറ്റ് ബ്ലർ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിന് 30 ml പെർഫ്യൂംസ് ആണ് അവരുടെ സ്റ്റാൻഡേർഡ് സൈസ്. പെർഫ്യൂം ബോട്ടിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്. സെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദിസ് ഹാസ് വനില ഇൻ ഇറ്റ്, ഫ്ലോറൽസ്, ബ്രൗൺ ഷുഗർ, ആംബർ ആൻഡ് മസ്ക്. നല്ലൊരു സ്ട്രോങ് ആംബറി ഒരു വനില ആയിട്ടാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇറ്റ് ഇസ് പ്രിറ്റി സ്വീറ്റ് ടു. ഇതിൽ ഫ്ലോറൽസ് അങ്ങനെ എവിഡൻ്റ് അല്ല. വനില ആൻഡ് ആംബർ ആണ് ഏറ്റവും കൂടുതൽ എടുത്ത് വെക്കുന്നത് ഇതിൽ. ഇതൊരു വുഡി വനില സെൻറ്റ് ആണ്. നല്ലൊരു വുഡി ആംബറി നോട്ട്സ് ഒക്കെ നല്ലപോലെ എടുത്ത് നിൽക്കുന്ന ഒരു വനില സെൻറ്റ് ആണിത്. സോ ഇഫ് യു ലൈക്ക് സംതിങ് ലൈക്ക് ദാറ്റ് യു മൈറ്റ് റിയലി ലൈക്ക് ഇറ്റ്. ഫോർ മീ ഇറ്റ്സ് ലൈക്ക് ആൻ ഓക്കേഷ് ടു നൈസ് കൈൻഡ് ഓഫ് പെർഫ്യൂം. അടുത്തത് കുക്കി ക്രംബിൾ എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ്. ദിസ് ഇസ് ദി പാക്കേജിങ്. ദിസ് ലുക്സ് റിയലി നൈസ് അല്ലേ. ഈ ഒരു കളറാണ് മൈ കൈൻഡ് ഓഫ് കളർ എന്ന് എനിക്ക് തോന്നുന്നത്. ഐ എം നോട്ട് എ പിങ്ക് ഗേൾ ബട്ട് ഐ ലൈക്ക് ദിസ് കൈൻഡ് ഓഫ് കളേഴ്സ്. സോ കമ്മിങ് ടു ദി പെർഫ്യൂം, കുക്കി ക്രംബിൾ ഹാസ് ഫ്രൂട്ടി, ഫ്ലോറലി, വുഡി കൈൻഡ് ഓഫ് നോട്ട്സ്. ഫസ്റ്റ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രൂട്ടി നോട്ട്സ് ആട്ടോ. പിന്നെ അത് പതുക്കെ ഒരു ഫ്ലോറലി നോട്ടിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് പ്രിറ്റി നൈസ്. കുഴപ്പമില്ലാത്തൊരു പെർഫ്യൂമാണ്. ആൻഡ് വാട്ട് ഐ ഫീൽ ഇസ് ദാറ്റ് സെറ്റിൽ ആവും തോറും ഇതിൽ വുഡി നോട്ടിൻ്റെ പവർ കൂടി വരുന്നുണ്ട് കേട്ടോ. സോ ദിസ് ഇസ് ലൈക്ക് എൻ വുഡി, ഫ്രൂട്ടി, ഫ്ലോറലി കൈൻഡ് ഓഫ് സെൻറ്റ്. ഇതിൽ വനില അധികം ഇല്ല ബട്ട് ഇറ്റ്സ് പ്രിറ്റി സ്വീറ്റ്. കുക്കി ക്രംബിൾ ഈസ് എൻ എലഗൻറ്റ് സ്വീറ്റ് ഡേറ്റ് നൈറ്റ് കൈൻഡ് ഓഫ് സെൻറ്റ്. അടുത്തത് ലാസ്റ്റ് പെർഫ്യൂം ഫ്രം ദിസ് റേഞ്ച് ഇസ് കോഫി കേക്ക്. ഇതിൽ അഗെയിൻ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എലമെൻറ്റ്സ് വരുന്നുണ്ട്. സ്പൈസി, ഫ്രൂട്ടി, ഫ്ലോറലി നോട്ട്സ് ഒക്കെ ഉള്ളൊരു പെർഫ്യൂം ആട്ടോ. ഇടുമ്പോൾ തന്നെ ഒരു ആൽക്കഹോൾ പഞ്ച് ഉണ്ട്. ബട്ട് ലേറ്റർ ഓൺ ദിസ് റിമൈൻഡ്സ് മീ ഓഫ് സംതിങ്. യെസ്, കാമ്ര കാവ. ലത്താഫ കാമ്ര പെർഫ്യൂമിൻ്റെ ഭയങ്കര ഒരു ക്ലോസ് ഓൾട്ടർനേറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലത്താഫ കാമ്ര ഞാൻ സ്റ്റോറിൽ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും I really do not get the hype and I really do not like that perfume. But this is a sweeter, more wearable take on Latafa Camra, I feel. ഇത് അതായിട്ട് ഭയങ്കര സിമിലർ ആണ്. ഇറ്റ്സ് സ്പൈസി, ഇറ്റ്സ് വുഡി, ഇറ്റ് ഹാസ് കോഫി എലമെൻറ്റ്സ് ഇൻ ഇറ്റ്. സോ ഭയങ്കര സിമിലർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ബട്ട് വിത്ത് മോർ ഓഫ് വനില, മോർ സ്വീറ്റർ.
Still, I do not think this is my kind of perfume, but it's wearable for me. So my final verdict would be, നിങ്ങൾക്ക് ലതാഫ കാംറ ട്രൈ ചെയ്യണമെന്നുണ്ട്, but you cannot get your hands on it, or അത്രയും പൈസ അതിൽ ട്രൈ ചെയ്യാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ, I would say that try this one first. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് if you like it, if you find it good, നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് if it goes well with your body, then you can go and try Latafa Camra maybe. But I think this is Latafa Camra but better. Nalla sweeter vanilla take on Latafa Camra is this. Now my problem with this 3 from Blur is that ee moonu perfume along with some other perfumes breakfast in bed line എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ബെഡ് എന്ന് കേൾക്കുമ്പോൾ ഓർ ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ വാട്ട് വി വിൽ ലുക്ക് ഫോർവേഡ് ടു ഇസ് എ സ്വീറ്റ് ഗോമോണ്ടി കൈൻഡ് ഓഫ് സെൻറ്റ്. ഫോർ എക്സാമ്പിൾ വനില മെൽറ്റ്സ് കേൾക്കുമ്പോൾ നല്ലൊരു ഗോമോണ്ടി ബേക്കറി വനില, ഓർ ഞാൻ ഇതിന് മുന്നേ കാണിച്ച ഫ്രിഗ നോട്ടിൻ്റെ ബേക്ക്ഡ് വനില കൈൻഡ് ഓഫ് ഫീലാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ബെഡ് വനില മെൽറ്റ്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ ആ ഒരു ഹിൻ്റാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് സെയിം വേ കോഫി കേക്ക് കേൾക്കുമ്പോൾ ഞാൻ ഇതിന് മുന്നേ ട്രൈ ചെയ്ത ഡ്രങ്കൻ കേക്ക് ഫ്രം ഫ്രിഗ നോട്ട്, അതിൻ്റെ ഒരു വൈബാണ് എനിക്ക് കിട്ടുന്നത്. ഈ ഒരു പേരും പാക്കേജിങ്ങും ഒക്കെ കാണുമ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതുപോലത്തെ ഒരു സെൻറ്റായിരുന്നു. ബട്ട് വാട്ട് ഐ ഗോട്ട് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഇത് മൂന്നും കൈൻഡ് ഓഫ് സോഫിസ്റ്റിക്കേറ്റഡ് വുഡി നോട്ട്സ്, ആംബറി നോട്ട്സ് ഒക്കെ വരുന്ന കുറച്ചുകൂടെ ഒരു ഡീപ്പർ മെച്ചുവർ കൈൻഡ് ഓഫ് സെൻസാണ്. ഐ എം നോട്ട് സെയിങ് ദീസ് ആർ ബാഡ്, ബട്ട് വാട്ട് ഐ ഫെൽറ്റ് ഇസ് ദാറ്റ് ഇതുപോലത്തെ പാക്കേജിങ്ങും ഇതുപോലത്തെ പേരൊക്കെ കൊടുക്കാൻ നേരത്തെ ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയി പോയി അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് ഡിസപ്പോയിൻറ്റിങ് ഫോർ മീ. കുറച്ച് ഡിഫറെൻറ്റ് പാക്കേജിങ്ങിൽ കുറച്ചുകൂടെ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് മെച്ചുവർ സെൻസ് ആയിട്ട് ഇറക്കുകയാണെങ്കിൽ ദാറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഐ ഫീൽ. സോ ദിസ് ഇസ് ജസ്റ്റ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഹിയർ. I have 2 more scents from Blur. This is solid perfume. എനിക്കൊന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു സോളിഡ് പെർഫ്യൂംസ് ഹൈപ്പ് ചെയ്ത് കണ്ടവർ ഞാൻ കുറച്ച് റിവ്യൂസ് കണ്ട സോളിഡ് പെർഫ്യൂംസ് ഇത് രണ്ടുമായിരുന്നു കേട്ടോ. സോ ലെറ്റ്സ് ചെക്ക് ഹൗ ദീസ് 2 ആർ. ഈ ഒരു സോളിഡ് പെർഫ്യൂം മാത്രമായിട്ട് അപ്ലൈ ചെയ്താൽ മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് യു ഹാവ് ടു wear solid perfumes as a base and then apply some other perfume over it. പെർഫ്യൂംസ് കുറച്ചുകൂടെ നേരം ലാസ്റ്റ് ചെയ്യിപ്പിക്കാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ സോളിഡ് പെർഫ്യൂംസ്. ഐ ഹാവ് 2 ഹിയർ. ദിസ് ഇസ് ഓൾസോ ഫ്രം ദെയർ ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ബെഡ് റേഞ്ച്. ഫസ്റ്റ് പാക്കേജിങ്ങിലോട്ട് കിടക്കാം. ദിസ് ഇസ് ഹൗ ഇറ്റ് കംസ്. ഇത് നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയി വരും. ആൻഡ് ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട് കേട്ടോ. ഇതങ്ങനെ പെട്ടെന്ന് തുറന്നു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് ഗുഡ് ദാറ്റ് വി ക്യാൻ ട്രാവൽ വിത്ത് ദിസ്. കമ്മിങ് ടു ദി സെൻറ്റ്, ഓക്കെ, ഇത് പേരായിട്ട് അത്യാവശ്യം ജസ്റ്റിഫൈഡ് ആയിട്ടുള്ളൊരു സെൻറ്റ് തന്നെയാണ് കേട്ടോ. ദിസ് ഡസ് ഫീൽ ലൈക്ക് എ വാം ഹഗ്. ഇതിങ്ങനെ ഒരു വാക്സി കൈൻഡ് ഓഫ് സംഭവം കേട്ടോ. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വാം അപ്പ് ചെയ്തിട്ട് നമ്മുടെ റിസ്റ്റിലോ അല്ലെങ്കിൽ നമ്മൾ പെർഫ്യൂംസ് അടിക്കുന്ന പൾസ് പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അവിടെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. ദിസ് ഹാസ് ചോക്ലേറ്റ്, വനില, കാരമൽ ആൻഡ് ടൊബാക്കോ ഇൻ ഇറ്റ്. ഇതിൽ നിന്ന് നല്ലൊരു ചോക്ലേറ്റി വനില കൈൻഡ് ഓഫ് ഹിൻസ് കിട്ടുന്നുണ്ട് കേട്ടോ. ചോക്ലേറ്റ്, വനില, കാരമലൊക്കെ മിക്സ് ചെയ്തിട്ട് ടൊബാക്കോടെ വരുന്നതുകൊണ്ട് ഇറ്റ് കൈൻഡ് ഓഫ് ന്യൂട്രലൈസ് ദാറ്റ് സ്വീറ്റ്നെസ്. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് സ്വീറ്റ്. ദിസ് ഇസ് സംതിങ് ദാറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ, എനിക്കിഷ്ടമായി. നല്ലൊരു ചോയ്സ് ആയിരുന്നു. നെക്സ്റ്റ് വൺ ഇസ് ദിസ് വൺ. ദിസ് ഇസ് സ്മെൽസ് ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ബെഡ് എന്ന് പറയുന്നൊരു വേരിയൻ്റ് ആട്ടോ. ദിസ് ഹാസ് കോഫി ആൻഡ് വനില ഇൻ ഇറ്റ്. യെസ്, തുറക്കുമ്പോൾ തന്നെ സ്ട്രേറ്റ് അപ്പ് കോഫി. ദിസ് ഇസ് കോപ്പിക്കോ ഇൻ എ പെർഫ്യൂം ഫോം. കോപ്പിക്കോ കോഫി ചോക്ലേറ്റ് ഇല്ല, അതിൻ്റെ ഒരു വേരിയൻറ്റ് വരും. മുകളിൽ ഡാർക്കർ കളർ ആൻഡ് താഴെ ഒരു വൈറ്റ് ക്രീം കളറിലുള്ളൊരു വേരിയൻറ്റ് വരും കേട്ടോ. സ്മെൽസ് എക്സാക്ട്ലി ലൈക്ക് ഇറ്റ്. സ്ട്രേറ്റ് അപ്പ് കോപ്പിക്കോ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്വീറ്റ് വനില പെർഫ്യൂമിനൊരു കോഫി ഹിൻറ്റൂടെ ആഡ് ചെയ്യണമെന്നാണെങ്കിൽ യു ക്യാൻ പെയർ ദിസ് വിത്ത് that vanilla perfume, then you will get that coffee hint too. This is also really nice. I like it. Warm hug എന്ന് പറയുന്ന വേരിയൻറ്റ് is a soft, cozy, comforting kind of scent. And this one, breakfast in bed എന്ന് പറയുന്നത് is a typical Copico scent. It is straight up coffee and vanilla. So this is it for today's video. ഞാൻ എല്ലാ പെർഫ്യൂംസും അൺബോക്സ് ചെയ്ത് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻസ് ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഐ വെയർ ദീസ് പെർഫ്യൂംസ് ആൻഡ് ദെൻ ലെറ്റ് യു നോ വിച്ച് ഇസ് ദി ബെസ്റ്റ് പെർഫ്യൂം ഔട്ട് ദെയർ. ഇപ്പം ഇത്രയും പെർഫ്യൂംസ് മേടിച്ചെങ്കിലും ഐ എം നോട്ട് ഗോയിങ് ടു കീപ്പ് ഓൾ ദീസ് പെർഫ്യൂംസ് ഫോർ മൈസെൽഫ്. ഞാൻ ഇതൊക്കെ ടെസ്റ്റ് ഔട്ട് ചെയ്ത് റിവ്യൂ ചെയ്ത് കുറച്ച് വീഡിയോസ് ഒക്കെ ആക്കിയതിന് ശേഷം ഐ വിൽ ഓൺലി ബി കീപ്പിംഗ് സംതിങ് ദാറ്റ് ഐ റിയലി ലൈക്ക് ഫോർ മൈസെൽഫ്
ആൻഡ് റെസ്റ്റ് ഐ ബി ഗിവിങ് ഇറ്റ് ഔട്ട് ഫോർ മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഓക്കെ, സോ ഞാൻ ഇവിടെ എന്താ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും പെർഫ്യൂംസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. മേ ബി 1, 2, 3 ഓർ ഒരു 5 to 6 ഒക്കെ വേണമെങ്കിൽ വെക്കായിരിക്കും, ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ഒക്കേഷൻ, ഡിഫറെൻറ്റ് സീസൺ, അങ്ങനെയൊക്കെ നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ. ആൻഡ് ഇഫ് യു ആർ എ ഡൈ ഹാർഡ് പെർഫ്യൂം ലവർ ദെൻ മേ ബി ഒരു 6 to 8 ഒക്കെ വെക്കായിരിക്കും. അത് തന്നെ കുറച്ച് കൂടുതലാണ്. ബട്ട് സ്റ്റിൽ ഇഫ് യു റിയലി ലൈക്ക് പെർഫ്യൂം ആൻഡ് ഇഫ് യു വോണ്ട് ടു ട്രൈ ഡിഫറെൻറ്റ് പെർഫ്യൂംസ് ആൻഡ് ഓൾ, ലെറ്റ് മീ നോ. നമുക്ക് കളക്ഷൻ എവിടെ നിന്ന് തുടങ്ങാം, എങ്ങനത്തെ കൈൻഡ് ഓഫ് പെർഫ്യൂംസ് ഒക്കെ വെച്ച് നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം എന്നൊക്കെ ഉള്ളത് ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാം, ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ്. സോ ദിസ് ഇസ് ഇറ്റ് ഫോർ ടുഡേസ് വീഡിയോ ഗൈസ്. ഐ ഹോപ്പ് യു ഗൈസ് ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. പ്ലീസ് ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് definitely do let me know your comments, thoughts and any suggestions you have. ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.